യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി മോദി ഫോണിൽ സംസാരിച്ചു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തണമെന്ന് മോദിയോട് സെലൻസ്കി ആവശ്യപ്പെട്ടു. ബി കെ സുഹീലുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ബി കെ, ഏറ്റവും നിർണായകമായ ഒരു ആവശ്യമാണ് സെലൻസ്കി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനോട് ഇന്ത്യ എടുക്കുന്ന ഒരു നിലപാട് എന്തായിരിക്കും? എന്താണ് വാർത്തയുടെ വിശദാംശം? അജി, അല്പനിമിഷം മുമ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച്, ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത്. നരേന്ദ്രമോദിയും സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഏറ്റവും നിർണായകമായ കാര്യം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണം എന്ന് പരസ്യമായി തന്നെ സെലൻസ്കി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് അമേരിക്ക നേരത്തെ ഉന്നയിച്ചിട്ടുള്ള, ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. റഷ്യയുമായി സഹകരണങ്ങൾ പാടില്ല എന്നുള്ളത്. അതേ ഒരു നിലപാടിലേക്ക് സെലൻസ്കി പോകുന്നു എന്ന് മാത്രമല്ല, അത് ആവശ്യപ്പെട്ടു എന്ന് നരേന്ദ്രമോദിയോട് നേരിട്ട് ആവശ്യപ്പെട്ടു എന്ന് കൂടി ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് പറയുകയാണ്. ഒരു ഭാഗത്ത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടക്കുകയും അടുത്ത വെള്ളിയാഴ്ച ഇരുവരും തമ്മിൽ, ട്രംപും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടക്കാൻ ഇരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ കൂടിയാണ് സെലൻസ്കിയെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിക്കുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെയുണ്ട്. സ്വാഭാവികമായും ട്രംപ് റഷ്യയുടെ കൂടെ നിൽക്കുമ്പോൾ ആ ഘട്ടത്തിൽ കൂടിയാണ് റഷ്യയുടെ കൂടെ നേരത്തെ സജീവമായി നിൽക്കുകയും അതേപോലെ തന്നെ റഷ്യയുമായി സഹകരിക്കുകയും ചെയ്യുന്ന ഇന്ത്യ യുക്രൈനുമായി ഒരു ടെലിഫോൺ സംഭാഷണം നടത്തുന്നു, പ്രസിഡന്റുമായി ഒരു ടെലിഫോൺ കോൺവെർസേഷൻ നടത്തുന്നു എന്നുള്ളത് നിർണായകമാണ്. ഈ വിഷയത്തിൽ യുക്രൈൻ പ്രസിഡന്റ് കുറേയേറെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസവും സപ്രോഷ്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ റഷ്യ ബോംബിടുകയും സാധാരണക്കാരെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സീസ് ഫയറിനെ കുറിച്ചും വെടിനിർത്തലിനെ കുറിച്ചും പറയുന്നുണ്ട് എങ്കിലും മറുഭാഗത്ത് ആക്രമണം തുടരാൻ തന്നെയാണ് റഷ്യയുടെ തീരുമാനം എന്നെല്ലാം നരേന്ദ്രമോദിയെ തെര്യപ്പെടുത്തി എന്നാണ് സെലൻസ്കി പറയുന്നത്. എങ്കിൽ പോലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഈ വെടിനിർത്തലിലേക്ക്, സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു എന്ന് കൂടി സെലൻസ്കി പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും റഷ്യയുടെ കൂടെ നിൽക്കരുത് ഇന്ത്യ എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. സ്വാഭാവികമായി ഇനി വരാനിരിക്കുന്ന വെള്ളിയാഴ്ചത്തോടു കൂടി ട്രംപും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ അവിടെ യുക്രൈനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള, പ്രത്യേകിച്ചും യൂറോപ്പിനെ ആകെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്. അക്കാര്യത്തിൽ സെലൻസ്കിക്ക് എതിർപ്പുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള വൈറ്റ് ഹൗസിലെ രംഗങ്ങൾ ഇപ്പോഴും നമ്മൾ മറന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ട്രംപിന് അനുകൂലമായി യുക്രൈനിലെ പല പ്രദേശങ്ങളും എഴുതി കൊടുക്കാൻ വരെ ട്രംപ് തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് വരെ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സെലൻസ്കിയെ നരേന്ദ്രമോദി വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ആഗോള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എവിടേക്കാണ് ഓരോ ചേരിയും മാറുന്നത് എന്ന് പ്രവചിക്കാനാവാത്ത വിധത്തിലുള്ള ചില ഷിഫ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും റഷ്യയുമായി ഇന്ത്യക്ക് സൗഹൃദ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ എണ്ണ ഇറക്കുമതി നിർത്തണം എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെയാണ് അതേ റഷ്യയുടെ പ്രസിഡന്റ് പുടിനുമായി ട്രംപ് കൈകോർക്കാനിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയെ അടിക്കാൻ പുടിനെ അടക്കം ഉപയോഗപ്പെടുത്തുകയാണ് എന്നുള്ള വിശകലനങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മറുഭാഗത്ത് യുക്രൈനുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും അവിടെയുള്ള പലതരത്തിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾക്കും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു എന്ന് രണ്ട് നേതാക്കളും, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിക്കുന്നത്.